ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി പുറപ്പാട് പുസ്തകം 16 അധ്യായം 35 വാക്യം. കുടിപ്പാർപ്പുള്ള ദേശത്തെത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. കനാൻ ദേശത്തിന്റെ അതിരിലെത്തുവോളം അവർ മന്ന ഭക്ഷിച്ചു. ഇന്ന് പകൽക്കാലം നമ്മളോട് ദൈവം പറയുന്നത്, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ 40 സംവത്സരം യാത്ര ചെയ്തപ്പോൾ ഒന്നുമില്ലായ്മയുടെ നടുവിൽ അവൻ മരുഭൂമിയുടെ അവസ്ഥയിൽ ദൈവം 40 വർഷം മന്നയും കാടപ്പക്ഷിയും കൊടുത്തെങ്കിൽ അവൻ അവിടെ എഴുതിയേക്കുന്ന പദം പറയുന്നത്, കനാന്റെ അതിരിലെത്തുവോളം ഈ ഫലം, ഈ ഭക്ഷണം ഇവരനുഭവിച്ചു, ഈ നന്മ ഇവരനുഭവിച്ചു. അടുത്ത പദം പറയുക, നിന്നെ ഉറപ്പിക്കുന്ന ദേശമായ കനാനിൽ ഞാൻ എത്തിക്കാൻ പോവുക. അവിടെ ആഹാരം നിന്നെങ്കിൽ അവൻ കനാൻ ദേശത്ത് എത്തിയിട്ട് അവിടം കൊണ്ട് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിർത്തുവല്ല ചെയ്യുന്നത്. അടുത്ത നിന്നെ നന്മയുള്ള പാനും തേനും ഒഴുകുന്ന ദേശത്തിൽ കൂടെ നിന്നെ നടത്തുവാൻ ദൈവം പോവുക. ഇതുവരെ നിന്റെ ഇല്ലായ്മയിൽ നടത്തിയ ദൈവം ഇന്നു മുതൽ നിന്നെ നടത്തുന്ന അത്ഭുതങ്ങളുടെ വാഗ്ദത്ത ദേശത്തിൽ കൂടെ നിന്നെ ഗൈഡ് ചെയ്യാൻ പോവുക. അതുകൊണ്ട് ആ ഒരു ഉറപ്പോടെ ഇന്ന് പൽക്കാലം നമുക്ക് മുന്നേറാം. ദൈവം നമ്മുടെ ഇല്ലായ്മയിൽ തരുന്ന ദൈവമാ. അവൻ ഉള്ള കാലത്ത് ആ ഉള്ള നന്മയിലും നടത്തുവാൻ ദൈവം വിശ്വസ്തനാ. ഇസ്രായേൽ ജനത്തിനെ നടത്തിയ ദൈവം നമ്മളെയും വീണ്ടും നടത്തുവാൻ വിശ്വസ്തൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഇല്ലായ്മയിൽ അങ്ങ് ഞങ്ങളെ താങ്ങി. ദൈവം ഞങ്ങൾക്ക് വേണ്ട സകല നന്മകളും തന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് തരുവാൻ, ഞങ്ങൾ വാഗ്ദത്ത ദേശത്ത് അടുത്ത് ഞങ്ങൾ പ്രവേശിക്കാൻ പോവുക. എന്നാൽ ആ വാഗ്ദത്ത ദേശത്തിൽ ഞങ്ങളെ നടത്തുന്ന ഒരു ദൈവിക സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഇത് കേൾക്കുന്ന സകലരിലും വെളിപ്പെടുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.